ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക്സ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മൾ യൂണിറ്റിയിൽ പ്രോഗ്രാം എഴുതുന്നത് C#ലാണ്. നമ്മൾ ഈ വീഡിയോയിൽ C# തന്നെയായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല സംസാരിക്കുന്നത്, മറിച്ച് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലും തന്നെ പൊതുവേ കാണുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ്, എന്തിനാണ് നമ്മളൊരു പ്രോഗ്രാം എഴുതുന്നത്, അതുപോലെ തന്നെ എന്താണ് ഡേറ്റ, എന്താണ് ഇൻഫർമേഷൻ, ഡേറ്റ ടൈപ്സ് എന്താണ്, ആൻഡ് വേരിയബിൾസ് എന്താണ്, ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. സോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ വയനായി. സോ നമ്മൾ പ്രോഗ്രാമിങ്ങിൻ്റെ കൺസെപ്റ്റിലോട്ട് കിടക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യമേ എന്തിനാണ് നമ്മൾ പ്രോഗ്രാം എഴുതുന്നതെന്ന് പറയാം. ഓക്കെ, പ്രോഗ്രാം എഴുതുന്നത് സിമ്പിളായിട്ടൊരു സെൻറ്റൻസ് പറയുവാണെങ്കിൽ ടു ഗീവ് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻസ്, അതായത് കമ്പ്യൂട്ടേഴ്സിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രോഗ്രാമുകൾ എഴുതുന്നത്. ഓക്കെ, കമ്പ്യൂട്ടേഴ്സിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രോഗ്രാമുകൾ എഴുതുന്നത്. ആൻഡ് ഇനി നമുക്കിവിടെ കുറച്ച് ഫിഗേഴ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഫിഗേഴ്സ് വെച്ചൊന്ന് എക്സാമ്പിൾ പറയാം. ഓക്കെ, നമ്മൾ ആദ്യമേ ഈ ആദ്യത്തെ രണ്ട് എക്സാമ്പിൾസ് ആക്ച്വലി മനുഷ്യരുടെ കേസാണ്. ഓക്കെ, രണ്ട് യൂസേഴ്സ് തമ്മിൽ നമ്മൾ ഇതേ സംഭവം ചെയ്യാൻ നോക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ കേസിൽ എങ്ങനെയാണ്, നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, കമ്പ്യൂട്ടറിന് ആ ഇൻസ്ട്രക്ഷൻ കിട്ടുന്നു, അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇപ്പം മനുഷ്യരുടെ കേസിൽ നമുക്കൊന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. ഇവിടെ യൂസർ 1 ഉണ്ട്, യൂസർ 2 ഉണ്ട്. ഓക്കെ, ആൻഡ് യൂസർ 1 അറിയാവുന്ന ലാംഗ്വേജ് മലയാളമാണെന്ന് കരുതുക. ഓക്കെ, യൂസർ 1 അറിയാവുന്ന ഏക ലാംഗ്വേജ് മലയാളമാണ്. ആൻഡ് യൂസർ 2 അറിയാവുന്ന ഏക ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. അതാണ് ഞാൻ ഇവിടെ എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സോ യൂസർ 1 മലയാളത്തിലുള്ള ഒരു ഇൻസ്ട്രക്ഷൻ യൂസർ 2 കൊടുക്കുകയാണ്. ആൻഡ് യൂസർ 2 എന്ത് ചെയ്യുന്നു, ഈ വരുന്ന ഇൻസ്ട്രക്ഷനെ നോക്കുന്നു. പക്ഷേ ലാംഗ്വേജ് വേറെ ആയത് കാരണം തന്നെ യൂസർ 2 മനസ്സിലാക്കാൻ കഴിയാത്തത് കാരണം ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാതെ ഇരിക്കുന്നു. സോ നമ്മുടെ പ്രോസസ്സ് ഇവിടെ നടക്കാതെ പോവുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഇതാണ് എക്സാമ്പിൾ 1. ഇനി രണ്ടാമത്തെ ഫിഗറിലോട്ട് നോക്കുമ്പോഴത്തേക്കും ഓർത്ത് നോക്കി, ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും യൂസർ 1 യൂസർ 2 കോമൺ ആയിട്ടുള്ള ലാംഗ്വേജാണ് ഇംഗ്ലീഷ്. അത് കാരണം യൂസർ 1 ഒരു ഇൻസ്ട്രക്ഷൻ യൂസർ 2 കൊടുക്കുമ്പോഴേക്കും യൂസർ 2 ആ ഇൻസ്ട്രക്ഷൻ മനസ്സിലാക്കാൻ കഴിയുന്നു. അത് കാരണം തന്നെ അതിനെ എക്സിക്യൂട്ടും ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതേ സംഭവമാണ് ആക്ച്വലി കമ്പ്യൂട്ടേഴ്സിൻ്റെ കേസിൽ നടക്കുന്നത്. കമ്പ്യൂട്ടേഴ്സിൻ്റെ കേസിലുള്ള എക്സാമ്പിൾ നമുക്കൊന്ന് പറയാം. ഓക്കെ, ഇവിടെ യൂസറും ഉണ്ട്, കമ്പ്യൂട്ടറും ഉണ്ട്. യൂസറിന് ഒരു അറിയാവുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെന്ന് കരുതുക. ആൻഡ് കമ്പ്യൂട്ടറിന് അറിയാവുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണോ? അല്ല. കമ്പ്യൂട്ടറിന് അറിയാവുന്ന ലാംഗ്വേജിലെ ആകപ്പാട് 2 ഡിജിറ്റ് മാത്രമേ ഉള്ളൂ. അത് 0ഉം 1ഉം ആണ്. 0ഉം 1ഉം മാത്രമാണ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നത്. ഇനി നമുക്ക് ഇംഗ്ലീഷിലുള്ള ഈ ഇൻസ്ട്രക്ഷൻ എങ്ങനെ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ 0ഉം 1ഉമായിട്ട് കൺവേർട്ട് ചെയ്യും? ഇവിടെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, PL എന്നാണ് നമ്മൾ ഷോർട്ട് ഫോം ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒരു മീഡിയേറ്ററായിട്ട് അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജായിട്ട് നമുക്ക് ആക്ട് ചെയ്യുന്നത്. ഇവരെന്താണ് ചെയ്യുന്നത് നമുക്കൊന്ന് സംസാരിക്കാം. ഓക്കെ, നമ്മൾ ആസ് എൻ യൂസർ നമ്മൾ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്നു. അപ്പം നമുക്ക് ഇംഗ്ലീഷാണല്ലോ പറയുന്നത്. ഇംഗ്ലീഷുമായിട്ട് വളരെ സിമിലാരിറ്റി ആയിട്ടുള്ള കുറച്ച് കോഡുകളായിരിക്കും. ആ കോഡുകൾ നമ്മൾ പഠിച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഇൻസ്ട്രക്ഷൻ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ സിൻടാക്സ് അനുസരിച്ചുള്ള ഫോർമാറ്റിൽ നമ്മൾ എഴുതുന്നു. ആൻഡ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷനെ ഇവർ 0ഉം 1ഉമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ 0ഉം 1ഉമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന കാരണം ബേസിക്കലി ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, യൂസർ തന്നിരിക്കുന്ന ആ ഒരു ഇൻസ്ട്രക്ഷനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നു. അങ്ങനെ ആ ഇൻസ്ട്രക്ഷൻ കമ്പ്യൂട്ടർ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, സോ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നമ്മൾ പ്രോഗ്രാം എഴുതുന്നത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുകയാണ്. ഓക്കെ, എന്തിനാണ് നമ്മളിത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ എഴുതുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഒരു ചെറിയൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരുപക്ഷേ കാണാവുന്നത് ആക്ച്വലി എങ്ങനെയാണ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത്, 0ഉം 1ഉമായിട്ട് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഇംഗ്ലീഷും കുറേ കാര്യങ്ങളുണ്ടല്ലോ, കുറേ ഇൻസ്ട്രക്ഷൻസ് വരുമല്ലോ. ഇതിനെല്ലാം എങ്ങനെ 0ഉം 1ഉമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡൗട്ട് കാണും. ഓക്കെ, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇവിടെയാണ് ആസ്കി എന്ന് പറയുന്നൊരു സംഭവം കടന്നു വരുന്നത്. ആസ്കിയുടെ ഫുൾ ഫോം എനിക്ക് തോന്നുന്നത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇൻ്റർചേഞ്ച് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി അത് തന്നെയാണെന്ന് തോന്നുന്നു, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ആൻഡ് ഇത് ഏകദേശം സ്ഥാപിതമായത് 1970s 1960s ആ ഒരു കാലഘട്ടത്തിലാണ്. സോ വാട്ട് ഹാപ്പൻസ് ഹിയർ, അത് നമുക്ക് ജസ്റ്റ് പറയാം. ആസ്കിയിലുള്ളത് 128 ക്യാരക്ടേഴ്സാണ്. ഓക്കെ, 128 ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ 128 കോഡും നമുക്ക് കണക്കാക്കാൻ കഴിയുന്ന സംഭവമാണുള്ളത്. ആൻഡ് അത് തുടങ്ങുന്നത് 0 തൊട്ട് 127 വരെയാണ്. ഓക്കെ, 0 തൊട്ട് 127 വരെ, അതായത് 0 ഉൾപ്പെടെ 127 ഉൾപ്പെടെ അത്രയും. അത് എന്ന് പറയുന്നത് എത്രയാണ്, ദാറ്റ്സ് 128 റൈറ്റ്. ടോട്ടൽ പറയുമ്പോഴത്തേക്കും അപ്പം 128 വരും അല്ലേ. ആൻഡ് 0 തൊട്ട് 128 എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്നത് എന്തെല്ലാമാണ് എന്ന് നമുക്കറിയാം. ഓക്കെ, അതൊന്ന് പറയാം. അത് ക്യാപിറ്റൽ ലെറ്റർ A തൊട്ട് ക്യാപിറ്റൽ ലെറ്റർ Z വരെയുള്ള ആൽഫബറ്റ്സ്, ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഉൾപ്പെടുന്നു.
അതുപോലെ തന്നെ ഇതിൻ്റെ സ്മോൾ ലെറ്റർ ആൽഫബറ്റ്സ്, അതായത് സ്മോൾ ലെറ്റർ എ തൊട്ട് സ്മോൾ ലെറ്റർ ഇസഡ് വരെയുള്ള ആൽഫബറ്റ്സ് പെടുന്നു, 0 തൊട്ട് 9 വരെയുള്ള ഡിജിറ്റ്സ് പെടുന്നു, ആൻഡ് കുറച്ച് സ്പെഷ്യൽ സിമ്പിൾസും പെടുന്നു. സ്പെഷ്യൽ സിമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്പേസ്, അതുപോലെ തന്നെ എന്താ പറയുക, ഹാഷ് എന്ന് പറയുന്ന സിമ്പിൾ, അല്ലെങ്കിൽ പ്ലസ് മൈനസ്, ഈ സിമ്പിളൊക്കെ ഇതൊക്കെ സ്പെഷ്യൽ സിമ്പിൾസ് ആണല്ലോ. ഇതെല്ലാം ഉൾപ്പെടുന്നു. ഓക്കെ, അതെല്ലാമാണ് ഈ ആസ്കി കോഡിൽ ഉൾപ്പെടുന്നത്. അതായത് ഈ 0 തൊട്ട് 127 വരെയുള്ള കോഡുകൾ നിങ്ങളിപ്പം 77 എടുത്തെന്ന് വിചാരിച്ചു. 77 ഇസ് എ കോഡ് അല്ലേ, ഇതിൽ ഉൾപ്പെടുന്നതല്ലേ. 77 എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? 77ൻ്റെ ഇക്വലൻ്റ് വാല്യൂ, നമ്മുടെ ഇതിനകത്തുള്ള വാല്യൂ എന്ന് പറഞ്ഞു ഈ സംഭവങ്ങളൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് പറഞ്ഞല്ലോ. അതിൽ ഉൾപ്പെടുന്നത് എം എന്ന് പറഞ്ഞ ക്യാപിറ്റൽ ലെറ്റർ എം ആണ്. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ എം ആണ് ഉൾപ്പെടുന്നത്. സോ നമ്മൾ എം ഒരു പേരടിക്കുകയാണ്, മാത്യൂസ് എന്ന് പേരടിച്ച് കഴിഞ്ഞാൽ, മാത്യൂസ് എന്ന് അടിച്ച് കഴിയുമ്പോഴത്തേക്കും ആക്ച്വലി ആദ്യം എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ കോഡ് ഉണ്ടല്ലോ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ടല്ലോ, അതിൻ്റെ ഇക്വലൻ്റ് ആസ്കി വാല്യൂ കണ്ടുപിടിച്ച് അതിൻ്റെ ആസ്കി വാല്യൂക്ക് അനുസരിച്ച് 77 മനസ്സിലാക്കി. ഓക്കെ, ആൻഡ് 77നെ ഇതൊരു ഹെക്സാഡെസിമൽ കോഡാണ്. ഓക്കെ, ബൈനറി കോഡായിട്ട് കൺവേർട്ട് ചെയ്തു. 77 ആണോ, 77 കൊടുത്താലും കമ്പ്യൂട്ടറിന് മനസ്സിലാകത്തില്ല. ഈ 77ൻ്റെ ഒരു ബൈനറി കോഡ് ഉണ്ടാവും. അതായത് 77നെ ബൈനറി കോഡായിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് 0ഉം 1ഉം മാത്രമല്ല കോഡായിട്ട് കൺവേർട്ട് ചെയ്യും. ലൈക്ക് 011 0111 അങ്ങനെ ഒരു കോഡ് കാണും. ഓക്കെ, ആ ഒരു കോഡായിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ ആ കോഡുമായിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം ആ കോഡിനെ, ബൈനറി കോഡിനെ നമ്മുടെ കമ്പ്യൂട്ടറിന് കൊടുക്കും. ഓക്കെ, അങ്ങനെ കമ്പ്യൂട്ടറിന് ആ ഒരു ലെറ്റർ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ മനസ്സിലാക്കാൻ കഴിയുന്നു. ഓക്കെ, അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇവിടെ നിങ്ങൾ കാര്യം ഓർക്കേണ്ടതുണ്ട്, 77 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ എം മാത്രമാണ്. സ്മോൾ ലെറ്റർ എം എന്ന് പറയുന്നത് മറ്റൊരു കോഡാണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. സോ അതുപോലെയാണ് ബേസിക്കലി നമ്മുടെ ഈ ആസ്കി കോഡ് വർക്ക് ചെയ്യുന്നത്. ഈ ആസ്കി എന്ന് പറയുന്ന സംഭവം ഉള്ളതുകൊണ്ടാണ് ആക്ച്വലി നമുക്ക് ഇവിടെ ഇങ്ങനത്തെ ഒരു കൺവേർഷൻ നടക്കാൻ കഴിയുന്നത്. അതൊന്ന് ഓർത്തിരിക്കുക. ആൻഡ് ഇനി നമുക്ക് രണ്ടാമത്തെ കേസുകളിലോട്ട്, അതായത് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കിടക്കാം. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ഡേറ്റ ടൈപ്സിനെ പറ്റിയാണ്. കൺസെപ്റ്റിലോട്ട് കിടക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ. ആൻഡ് ഈ കൺസെപ്റ്റ് പറയുന്നതിന് തൊട്ട് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് ഡേറ്റയും അതുപോലെ തന്നെ ഇൻഫോർമേഷനെയും പറ്റിയാണ്. എന്താണ് ഡേറ്റ, എന്താണ് ഇൻഫോർമേഷൻ? ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. മൈ നെയിം ഇസ് അലൻ എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ്. അത് ആക്ച്വലി ഒരു ഇൻഫോർമേഷനാണ് തരുന്നത് അല്ലേ. എൻ്റെ പേര് അലനാണ് എന്നൊരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ആൻഡ് ഈ ഇൻഫോർമേഷൻ തരാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത് രണ്ട് തരത്തിലുള്ള രണ്ട് ഡേറ്റകളാണ്. എന്തെല്ലാമാണ്? നെയിം എന്ന വാക്കും അലൻ എന്ന വാക്കും. ഈ രണ്ട് പ്രധാന വാക്കുകളും ഉള്ളതുകൊണ്ടാണ്, ഈ രണ്ട് ഡേറ്റകൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു സെൻറ്റൻസ് ഫോം ചെയ്യാൻ കഴിയുന്നത് അല്ലേ. അങ്ങനെയാണ്, അത് ഈ രണ്ട് ഡേറ്റകൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്തരം ഒരു ഇൻഫോർമേഷൻ കണ്ടുപിടിക്കാൻ കഴിയുന്നത്. സോ ഡേറ്റ ഗീവ്സ് ഇൻഫർമേഷൻ. ഓക്കെ, അത് ഒന്ന് ഓർത്തിരിക്കുക. ഇത് തന്നെയാണ് ആക്ച്വലി നമ്മുടെ ഈ ആപ്പുകളിലും സോഫ്റ്റ്വെയറിലൊക്കെ കേൾക്കത്തില്ലേ, ഡേറ്റ ചോർത്തുന്നു എന്നൊക്കെ പറയുന്നത്. ആക്ച്വലി ഒരു കുറേ സെറ്റ് ഓഫ് ഡേറ്റാസ് കിട്ടിയതിന് ശേഷം ഈ ഡേറ്റകളെ ശരിയായ രീതിയിൽ യോജിപ്പിച്ച് ശരിയായ ഈ രീതിയിൽ കോർത്തിണക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയായ നല്ല ഇൻഫോർമേഷൻസ് നമുക്ക് ലഭിക്കും. ആൻഡ് ഈ ഇൻഫോർമേഷൻസിനെ ഉപയോഗിച്ച് നമുക്ക് ഒരു പക്ഷേ വേണമെങ്കിൽ സോഫ്റ്റ്വെയർ മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ ഡെവലപ്പേഴ്സിന് അവരുടെ ആ സോഫ്റ്റ്വെയറിനെ കുറച്ചുകൂടെ ഒപ്റ്റിമൈസ് ചെയ്യാൻ കഴിയുകയൊക്കെ ചെയ്യും. സോ അതിനുവേണ്ടിയാണ് പൊതുവേ നമ്മൾ ഡേറ്റാസ് എടുക്കുന്നത്. സോ നിങ്ങൾക്ക് അവിടെ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി ഞാൻ കരുതുകയാണ്. ഡേറ്റ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഡേറ്റ ടൈപ്സിനെ പറ്റിയാണ്. ഇതാണ് നമ്മുടെ ആക്ച്വലി പ്രോഗ്രാമിങ്ങിൻ്റെ കേസിലോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് ഡേറ്റ ടൈപ്സ്. ഡേറ്റ ടൈപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും പല രീതിയിലുള്ള ഡേറ്റ ടൈപ്സ് ഉണ്ട്. ഓക്കെ, ഇത് ഇവിടെ പറയുന്നത് നമ്മൾ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലും ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉള്ളതാണ്. സിയും C# അതുപോലെ തന്നെ C++ലൊക്കെ ഇതേ സംഭവങ്ങളൊക്കെ തന്നെയാണ് കാണുന്നത്. ആൻഡ് ഡേറ്റ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഡേറ്റ ടൈപ്പുകളുണ്ട്. ആദ്യം നമുക്ക് നമ്പേഴ്സിൻ്റെ കേസിലുള്ള സംസാരിക്കാം. ഓക്കെ, നമ്പേഴ്സിൻ്റെ കേസിൽ നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന രണ്ട് ഡേറ്റ ടൈപ്സ് ആണ്, ഇൻറ്റീജറും ഫ്ലോട്ടും. സോ ഇൻറ്റീജർ ഡേറ്റ ടൈപ്പ് എന്താണ്? ഇൻറ്റീജർ ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഇൻറ്റീജർ നമ്പേഴ്സ്, അതായത് മൈനസ് വാല്യൂസ് ഉള്ള നമ്പേഴ്സും അതുപോലെ തന്നെ പ്ലസ് വാല്യൂസ് ഉള്ള നോർമൽ നമ്പേഴ്സ്, ഫോർ എക്സാമ്പിൾ 7 എന്ന പോലത്തെ ഒരു നമ്പറിനെ സ്റ്റോർ ചെയ്യാൻ കഴിയുന്നതാണ് ഇൻറ്റീജർ ഡേറ്റ ടൈപ്പ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ ഒരു 4 എന്ന് പറയുന്ന ഒരു നമ്പർ ഇവിടെ ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. അതെന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇവിടെ 4 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് 4 ബൈറ്റുകൾ മാത്രമേ സ്റ്റോർ ചെയ്യാൻ കഴിയത്തുള്ളൂ. അതായത് 4 ബൈറ്റ് വരെയുള്ള ഡേറ്റ മാത്രമേ, ആ 4 ബൈറ്റ് സ്റ്റോറേജ് ലിമിറ്റുള്ള ഡേറ്റകൾ മാത്രമേ ഇൻറ്റീജറിന് സ്റ്റോർ ചെയ്യാൻ കഴിയത്തുള്ളൂ. അതിനപ്പുറം ഒരു വാല്യൂ വരുന്ന അല്ലെങ്കിൽ അതിനപ്പുറം സ്റ്റോറേജ് ആവശ്യം വരുന്ന ഒരു ഡേറ്റ ഒരിക്കലും ഇൻറ്റീജറിന് സ്റ്റോർ ചെയ്യാൻ കഴിയത്തില്ല. സോ അതൊന്ന് ഓർത്തിരിക്കുക. ഇനി ഫ്ലോട്ട് എന്താണ്? ഇൻറ്റീജറും ഫ്ലോട്ടും നമ്പറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഫ്ലോട്ട് എന്താണ്? ഫ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കോൺസ്റ്റൻസ്. അതായത് ഇപ്പോൾ 7 ആണ് ഇപ്പം ഇൻറ്റീജറിന് സ്റ്റോർ ചെയ്യാൻ കഴിയുന്നെങ്കിൽ ഫ്ലോട്ടിനൊരു മുൻകൈ ഉള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7.6 പോലത്തെ വാല്യൂസ് ഫ്ലോട്ടിന് സ്റ്റോർ ചെയ്യാൻ കഴിയും. ഓക്കെ, അതായത് ഇപ്പം
ഡോട്ട് കഴിഞ്ഞ് വരുന്ന ആ വാല്യൂ അതും കൂടെ സ്റ്റോർ ചെയ്യാൻ ഫ്ലോട്ടിന് കഴിയുന്നുണ്ട്. സോ ഇൻ കേസ് നമ്മളിപ്പം ഇൻറ്റീജറിൽ 7.6 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിലെ 0.6 അങ്ങ് ഒഴിവാക്കിയിട്ട് 7 മാത്രം സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പം ഇവിടെ ഡേറ്റ ലോസ് സംഭവിക്കുന്നുണ്ട്. നമ്മുടെ 0.6 എന്ന് പറഞ്ഞാൽ അക്യുറേറ്റ് ഒരു വാല്യൂ ആയിരിക്കും. അപ്പോൾ ആ ഒരു വാല്യൂ കളഞ്ഞ് 7 മാത്രം സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ അത് ഡേറ്റ ലോസ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. സോ ആ കേസുകളിലാണ് നമ്മൾ ഫ്ലോട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇനി മറ്റൊരു കാര്യം അറിയാനുള്ളത്, നമ്മൾ ഡേറ്റ ടൈപ്സിനൊക്കെ ചിലപ്പോൾ ഒരു അബ്രിവേറ്റഡ് ഫോമിലായിരിക്കും നമ്മൾ കോഡ് ഇടുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻറ്റീജർ എന്ന് പറഞ്ഞൊരു വലിയ വാക്കാണ് അല്ലേ, ആക്ച്വലി വലിയ വാക്കല്ല, ഇങ്ങനത്തെ കുറേ വാക്കുകൾ വന്നു കഴിഞ്ഞാൽ കോഡ് തന്നെ വളരെ വലുതായി പോകും. സോ അതിൻ്റെ ഒരു അബ്രിവേറ്റഡ് ഫോമിലാണ് നമ്മൾ കോഡ് ഇടുന്നത്. INT ഇൻറ്റ് എന്നാണ് എഴുതുന്നത്. ആക്ച്വലി ക്യാപിറ്റൽ ലെറ്റർ ഇൻറ്റ് അല്ല, മറിച്ച് സ്മോൾ ലെറ്റർ ഇൻറ്റാണ് നമ്മൾ കോഡിൽ ഉപയോഗിക്കുന്നത്. ഇനി അതുപോലെ തന്നെ മറ്റ് പല ഡേറ്റ ടൈപ്സിനെ പറ്റി സംസാരിക്കാം. ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഇത്രേ ഉള്ളൂ. അതായത് ഒരു സിംഗിൾ ആൽഫബറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ക്യാരക്ടർ ഡേറ്റ ടൈപ്പ്. സ്ട്രിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സിനെ ഒരുമിച്ച് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്ട്രിംഗ് ഡേറ്റ ടൈപ്സ്. അതുപോലെ തന്നെ ബൂളിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം മറ്റൊന്നുമില്ല. ബൂളിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ ഓർ ഫോൾസ്. ഓക്കെ, ബൂളിയൻ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, ഈ രണ്ട് വാല്യൂസ് ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബൂളിയൻ വേരിയബിൾസ്. വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൂന്യത എന്നുള്ളതാണ്. ആക്ച്വലി ഇവിടെ ഇതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മുന്നോട്ട് നമ്മൾ പോകുമ്പോഴത്തേക്കും ആക്ച്വലി യൂണിറ്റിയിൽ തന്നെയായിട്ട് നമ്മൾ ആ കോഡ് എടുത്ത് കാണിക്കുന്നുണ്ട്. സോ ആ സമയത്ത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. സോ വോയിഡിനെ പറ്റി അധികം ഇവിടെ പറയുന്നില്ല. വോയിഡ് വന്നാൽ സിംപ്ലി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശൂന്യതയാണ്. സോ ഒരു പ്രത്യേക തരത്തിലുള്ള ഡേറ്റ മാത്രമേ സ്റ്റോർ ചെയ്യത്തുള്ളൂ എന്നൊന്നും വോയിഡിനില്ല. ഏത് തരത്തിലുള്ള ഡേറ്റയും തന്നെ സ്റ്റോർ ചെയ്യാൻ കഴിയും. ആൻഡ് അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇനി മൂന്നാമത്തെ ഭാഗം, ഇവിടെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വേരിയബിൾസിനെ പറ്റി. ഓക്കെ, എന്താണ് വേരിയബിൾസ്? ഡേറ്റാസിനെ പറ്റി സംസാരിച്ച് നമ്മൾ ഇനി വേരിയബിൾസിനെ പറ്റി സംസാരിക്കണം. വേരിയബിളിലേക്കാണ് നമ്മൾ ഈ ഡേറ്റകൾ സ്റ്റോർ ചെയ്യുന്നത്. സോ നമുക്കൊരു വാല്യൂ ഉണ്ട്, അതായത് 10 എന്ന് പറയുന്നൊരു നമ്പർ ആണെന്നുണ്ടെങ്കിൽ ആ നമ്പർ നമുക്കൊരു കാര്യത്തിലേക്ക് സ്റ്റോർ ചെയ്യണമല്ലോ. എല്ലാ കാര്യവും നമ്മൾ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണമല്ലോ. ആ സ്റ്റോർ ചെയ്യുന്നത് വേരിയബിളിലേക്കായിരിക്കും. ആൻഡ് ഈ വേരിയബിൾസിന് വാല്യൂസ് എപ്പോഴും മാറ്റാനുള്ള ഒരു ശേഷിയുമുണ്ട്. സോ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ ഉണ്ട്. കൺസിഡർ എ പ്രോസസ് വെയർ വി ഹാവ് ടു സ്റ്റോർ എ വാല്യൂ 10. അതായത് 10 എന്ന് പറയുന്നൊരു നമ്പർ നമുക്ക് സ്റ്റോർ ചെയ്യണമെന്ന് കൺസിഡർ ചെയ്യുക. ആൻഡ് താഴെ നമ്മുടെ A = 10 എന്ന് കൊടുത്തിട്ടുണ്ട്. ശരിയാണ്, ഇതുപോലെ തന്നെയാണ് നമ്മൾ വേരിയബിളിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. A എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട 10 എന്ന് പറയുന്ന നമ്പർ നമ്മൾ അസൈൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ തന്നെയാണ് നമ്മൾ പ്രോഗ്രാമിങ്ങിൻ്റെ കേസിലും ഏകദേശം ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചുമ്മാ നമുക്കിപ്പോൾ ഒരു 10 എന്ന് പറയുന്ന നമ്പർ സ്റ്റോർ ചെയ്യണമെങ്കിൽ എയിലേക്ക് അങ്ങ് അസൈൻ ചെയ്യാൻ കഴിയത്തില്ല. മറിച്ച് നമ്മൾ ആദ്യമേ ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. A എന്ന് പറയുന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ എയിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ട വാല്യൂ സ്റ്റോർ ചെയ്യാൻ കഴിയത്തുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹൗ ടു ക്രിയേറ്റ് എ വേരിയബിളാണ്. എങ്ങനെയാണ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് വാട്ട് കൈൻഡ്, ഇവിടെ ഓ എന്നാണ് കൊടുത്തിരിക്കുന്നത്, വാട്ട് കൈൻഡ് ഓഫ് ആട്ടോ. വാട്ട് കൈൻഡ് ഓഫ് വാല്യൂ ഹാസ് ടു ബി സ്റ്റോർഡ് ഇൻ ദ വേരിയബിൾ. ഏത് തരത്തിലുള്ള വാല്യൂ ആണ് നമുക്ക് നമ്മുടെ വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ കഴിയേണ്ടത്, അതാണ് നമ്മൾ ആദ്യമേ ചിന്തിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം എയിലേക്ക് 10 ആണ് കൊടുക്കുന്നത്. 10 ഏത് തരത്തിലുള്ള വാല്യൂ എന്ത് തരത്തിലുള്ള ഡേറ്റയാണ്? അത് ഇൻറ്റീജർ ഡേറ്റ ടൈപ്പാണ് അല്ലേ. അതുപോലെ 10 ആണ് കൊടുക്കേണ്ടത്, അതോ ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ ആണോ വരുന്നത്, അതാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട വാല്യൂ? അതോ ഇൻ കേസ് നമുക്കിനി സ്റ്റോർ ചെയ്യേണ്ടത് ബൂളിയൻ വാല്യൂസ് ആണോ? അതെല്ലാം നമ്മൾ ആദ്യമേ ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഏത് തരത്തിലുള്ള ഡേറ്റ ടൈപ്പാണ് നമ്മുടെ വാല്യൂ ഉൾപ്പെടുന്നത്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ സിൻടാക്സ് എന്നുള്ളതാണ്. ഓക്കെ, ഈ കാണുന്ന സ്റ്റെപ്പ് ഇത് സിൻടാക്സ് ആണ്. ഓക്കെ, സിൻടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമാറ്റാണ്. ഫോർമാറ്റിലായിരിക്കും നമ്മൾ കോഡ് എഴുതേണ്ടത്. ആദ്യമേ നമ്മൾ ഡേറ്റ ടൈപ്പ് എഴുതണം. ഏത് ഡേറ്റ ടൈപ്പാണ് ഉപയോഗിക്കുന്നത് ആ ഡേറ്റ ടൈപ്പ് എഴുതണം. സോ നമ്മുടെ കേസിൽ എന്താണ്, ഇൻറ്റ് അല്ലേ. സോ ഇവിടെ ഇൻറ്റ് എഴുതണം. ഓക്കെ, സ്പേസ് വേരിയബിൾ നെയിം എന്താ നമ്മൾ കൊടുക്കാനിരിക്കുന്നത്, A അല്ലേ. സോ A ഇൻറ്റ് സ്പേസ് A, പിന്നെ ഒരു സെമിക്കോളൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ആയി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ആവുന്നത്. സോ ഇത്രയും ഈ സ്റ്റെപ്പ് എഴുതി കഴിയുമ്പോഴത്തേക്കും ഒരു വേരിയബിൾ ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ആ വേരിയബിളിൻ്റെ പേര് എയും അത് ഇൻറ്റ് ഡേറ്റ ടൈപ്പിൽ പെടുന്നതുമായിരിക്കും. നിങ്ങൾക്കിപ്പോൾ ഒരു ഡൗട്ട് ഇവിടെ വന്നേക്കാം, എന്താണ് ഈ സെമിക്കോളൻ എന്നുള്ളത് അല്ലേ. സെമിക്കോളൻ എന്ന് പറയുന്നത് ബേസിക്കലി എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും എൻഡ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളറിയാം, നമ്മൾ കോഡ് എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാവുന്ന ഓരോ ലൈനിലായിട്ടാണ് കോഡുകൾ ഇരിക്കുന്നത്. ആൻഡ് ആ കോഡിൻ്റെ എൻഡിലെല്ലാം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ കഴിയും സെമിക്കോളൻ ഉണ്ട്. ചില കേസുകളില്ല, അത് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ സംസാരിക്കാം. സാധാരണ രീതിയിൽ നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എൻഡിൽ നമ്മൾ എന്താണ് കൊടുക്കുന്നത്, നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എൻഡ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ സെമിക്കോളൻ കൊടുത്തിട്ടാണ് നമ്മളതിനെ എൻഡ് ചെയ്തു എന്ന് മനസ്സിലാക്കിപ്പിക്കുന്നത്, കോഡിനെ മനസ്സിലാക്കിപ്പിക്കുന്നത്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ പറഞ്ഞു കൊടുക്കുന്നത് ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എൻഡ് ആയിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ,
അതിന് വേണ്ടിയാണ് നമ്മൾ സെമി കോളം കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ യൂസ് കേസസ് ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഇൻഡ് എ എന്ന് പറഞ്ഞ് ഡിഫൈൻ അല്ലേ ചെയ്തുള്ളൂ, ഇതിലേക്ക് നമ്മൾ വാല്യൂ അസൈൻ ചെയ്തില്ലല്ലോ. 10 എന്ന് പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്യണമല്ലോ, നമുക്കത് അസൈൻ ചെയ്തില്ലല്ലോ. അത് പല രീതിയിലായിരിക്കും വാല്യൂ അസൈൻ ചെയ്യപ്പെടുന്നത്. സോ ആ പല യൂസ് കേസസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സംസാരിക്കാം. ഓക്കെ, ഇവിടെ 3 യൂസ് കേസസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൽ ആദ്യ യൂസ് കേസ് ഏറ്റവും സിമ്പിളാണ്. ഇൻഡ് എ ഈക്വൽ ടു 10, അതായത് നമ്മൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തല്ലോ, വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ വാല്യൂയും കൂടെ അസൈൻ ചെയ്യുന്നു. ഓക്കെ, ഇൻഡ് എ ഈക്വൽ ടു 10 എന്ന് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നമ്മൾ വാല്യൂയും കൂടെ അസൈൻ ചെയ്യാവുന്നതാണ്. ആൻഡ് ഈ വേരിയബിൾ ക്രിയേഷൻ ഒരു കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയത്, വേരിയബിൾ ക്രിയേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഡിക്ലറേഷൻ കൂടിയാണ് കേട്ടോ. വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ 2 സ്റ്റെപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യമേ നമ്മൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു ആൻഡ് പിന്നീട് നമ്മൾ വേരിയബിളിന് വാല്യൂ കൊടുക്കുന്നു. ഓക്കെ, ഈ കേസ് എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആദ്യമേ വേരിയബിൾ വേണമെന്നറിയാം, വേരിയബിൾ ഒരു എ എന്ന് പറഞ്ഞ വേരിയബിൾ ഇൻഡ് വേരിയബിൾ വേണമെന്നറിയാം, നമ്പേഴ്സ് സ്റ്റോർ ചെയ്യേണ്ടി വരുമെന്നും അറിയാം, പക്ഷേ എത്രയായിരിക്കും കൃത്യം വാല്യൂ എന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ ഇത് ഒരു പക്ഷേ തുടക്കത്തിലേ കൊടുക്കേണ്ട ഒരു വാല്യൂ ആയിരിക്കില്ല, മറിച്ച് നമ്മുടെ കോഡ് ഇച്ചിരി മുന്നോട്ട് പോയതിന് ശേഷം മാത്രം നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യമായിരിക്കും. സോ അങ്ങനത്തെ കേസുകൾ നമുക്ക് ഈ ഒരു ഫോർമാറ്റ് ഉപയോഗിക്കാവുന്നതാണ്, ഈ ഒരു രീതി ഉപയോഗിക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഒരു വേരിയബിളിലേക്ക് നേരെ മറ്റൊരു വേരിയബിൾ അസൈൻ ചെയ്യുക എന്നുള്ളതാണ്. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് അറിയാം ഇൻഡ് സ്കോർ എന്ന് പറഞ്ഞ വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് നമുക്കറിയാം ഗെയിമുകളിലൊക്കെ നമുക്ക് സ്കോർ ഉള്ളതാണല്ലേ, സ്കോർ എത്രയാണ് വരുന്നതെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ കഴിയത്തില്ല. ഓക്കെ, ആൻഡ് സ്കോറുകൾ എപ്പോഴും എന്താ പറയുക, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ, എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടൊരു കാര്യമായിരിക്കും. സോ ഒരു ടെമ്പററി ആയിട്ട് ഒരു വേരിയബിൾ ഐ എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്, നമ്മൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വിചാരിക്കുക, ഇൻഡ് ഐ എന്ന് പറയുന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനീഷ്യലി നമ്മളതിനെ 0 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇൻഡ് കൊടുത്തിട്ടുണ്ട്, ഇൻഡ് ഐ ഈക്വൽ ടു 0. ആൻഡ് ഈ ഐ ഈക്വൽ ടു 0യിൽ തുടങ്ങുന്നു, പക്ഷേ പിന്നീട് ഐൻ്റെ വാല്യൂ പയ്യെ ഇൻക്രിമെൻ്റ് ആവും. അതായത് പ്ലെയർ ഗെയിം കളിക്കുമ്പോഴേക്കും ഓരോ തവണ സ്കോർ കിട്ടുമ്പോഴേക്കും ഐ ഈക്വൽ ടു i+1 എന്ന രീതിയിലേക്ക് ഇൻക്രിമെൻ്റ് ആവുന്നു. അപ്പം 0 ആയിരുന്നത് 0 + 1 എന്ന് പറയും, ഇപ്പോൾ 1 ആവും, ഐൻ്റെ വാല്യൂ 1 ആയി. അങ്ങനെ ഓരോ തവണ പ്ലെയർ സ്കോർ ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ i+1 വന്നുകൊണ്ടിരിക്കും, അങ്ങനെ 2, 3 അങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മുടെ സ്കോർ. ആൻഡ് ഒരു സമയം എത്തുമ്പോഴേക്കും അത് ഒരു അവസാന പോയിന്റ്, ഗെയിം തീരുമ്പോഴേക്കും ഒരു അവസാനത്തെ സ്കോർ കാണുമല്ലോ, അതിനൊരു വാല്യൂ കാണും. നമുക്ക് തൽക്കാലം അതിനെ 10 എന്ന് കൺസിഡർ ചെയ്യാം, നമ്മുടെ നമ്പർ 10 ആയത് കാരണം തന്നെ നമുക്ക് 10 എന്ന് തന്നെ ഇവിടെ കൺസിഡർ ചെയ്യാം. ആൻഡ് നമുക്ക് സ്കോറിലേക്ക്, നമുക്കറിയാം ശരിക്കും സ്കോർ എന്ന് പറഞ്ഞ സംഭവം സ്റ്റോർ ചെയ്യുന്ന ഈ സ്കോറിലല്ലേ, ഇൻഡ് സ്കോർ അല്ലേ, ആൻഡ് ഈ സ്കോറിലേക്ക് അസൈൻ ചെയ്യണം. സോ അതിനുവേണ്ടി നമ്മൾ ഈ 10 എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു അതിന് അവസാനം കിട്ടിയ വേരിയബിൾ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് അതിനെ ഇങ്ങോട്ട് അസൈൻ ചെയ്ത് എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, കോഡിൽ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മറിച്ച് നേരെ ഈ ഐ എന്ന് പറഞ്ഞ വേരിയബിളിനെ സ്കോർ ഈക്വൽ ടു ഐ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, നേരെ അസൈൻ ചെയ്താൽ മതി. സ്കോർ ഈക്വൽ ടു ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ സ്കോറിലേക്ക് സ്കോർ ഈക്വൽ ടു 10 എന്ന് പറയുന്ന വാല്യൂ വരുന്നതിന് തുല്യമാണ്. സോ ഇതാണ് മൂന്നാമത്തെ യൂസ് കേസ്. എനിവേ നിങ്ങൾക്കിപ്പം ബേസിക്കലി വേരിയബിൾസിനെ പറ്റി മനസ്സിലായെന്ന് കരുതുകയാണ്. വേരിയബിൾസിൻ്റെ യൂസ് കേസസും കോമൺ ആയിട്ട് വരുന്ന കുറച്ച് യൂസ് കേസസും മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി ഞാൻ കരുതുകയാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ലൂപ്സ്, ഫംഗ്ഷൻസ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ലേറ്റർ.